സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കുന്ന മണ്ഡലമാണ് തൃത്താല. ഇവിടെ എല്ലാത്തിലും കടുത്ത മത്സരമാണ്. അതിപ്പോൾ സ്ഥാനാർത്ഥികളുടെ പോസ്റ്റർ ആയാലും ശരി. ആദ്യം UDF ക്യാമ്പ് ഇങ്ങനെ ഒരു പോസ്റ്റർ ഇറക്കി, തൃത്താലയ്ക്ക് ബൽറാമാണ് ബെസ്റ്റ് എന്ന ക്യാപ്ഷനോടെ. പിന്നാലെ ഇങ്ങനെയും ചില പോസ്റ്ററുകൾ വന്നു. കാര്യം നടക്കാൻ MBR ആണ് ബെസ്റ്റ്. ഏതായാലും ഇതിനെ ചൊല്ലിയുള്ള വാദപ്രതിവാദങ്ങൾ ഫേസ്ബുക്കിൽ സജീവമാണ്. ഈ മത്സരത്തിൽ BJPയും വിട്ടുനിന്നില്ല. മാഷാണ് ക്ലാസ് ആക്കുമെന്നുള്ളൊരു പോസ്റ്റർ ഇറക്കി BJPയും മത്സരത്തിൽ സജീവമാണ്. ഇങ്ങനെ പോസ്റ്ററുകളുടെ ഒരു യുദ്ധം തന്നെയാണ് പാലക്കാട് തൃത്താലയിലുള്ളത്. വാദവും പ്രതിവാദവുമായി കനത്ത പോരാട്ടത്തിലാണ് തൃത്താല. 2011 മുതൽ തലവര മാറിയതാണ് തൃത്താലയുടെ. 20 വർഷത്തെ LDF ഭരണം അട്ടിമറിച്ച് VT ബൽറാം MLA ആയി. മണ്ഡലത്തിലെ 8 തദ്ദേശ സ്ഥാപനങ്ങളിൽ 5ഉം ഭരിക്കുന്നത് UDF ആണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നേട്ടം തൃത്താലയിൽ ആവർത്തിക്കുമെന്നാണ് UDF ക്യാമ്പിന്റെ പ്രതീക്ഷ. നാഗലശ്ശേരി, തിരുമറ്റക്കോട്, പരിതൂർ പഞ്ചായത്തുകളിൽ നിന്നായി 5000 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയാലേ MP രാജേഷിന് വിജയം ഉറപ്പിക്കാൻ കഴിയൂ. അത് ലഭിക്കുമെന്നും ആനക്കര പഞ്ചായത്തിൽ കോൺഗ്രസിനുള്ളിലുള്ള അതൃപ്തി വോട്ടാക്കാമെന്നും LDF ക്യാമ്പ് കണക്കാക്കുന്നു. എന്നാൽ ആനക്കരയിൽ അടിയൊഴുക്കില്ലാതെ നോക്കുകയും തൃത്താല, ചാലിശ്ശേരി, പട്ടിത്തറ എന്നീ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഓരോന്നിലും 1000-ലധികം ലീഡ് ലഭിച്ചാൽ UDFന് ജയം എളുപ്പമാകും. ഇടതിനും വലതിനും ഹോട്ട്സ്പോട്ടാണ് തൃത്താല പഞ്ചായത്ത്. ഇവിടെ ആര് ശക്തി കാണിക്കുമെന്ന് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ തൃത്താല പഞ്ചായത്താകും മണ്ഡലത്തിന്റെ ഭാവി എഴുതുക. വികസനമാണ് മറ്റൊരു ചർച്ചാ വിഷയം. വികസന നേട്ടങ്ങളുടെ ഫോട്ടോകൾ ഉയർത്തിക്കാട്ടിയാണ് MP രാജേഷ് വോട്ട് തേടുന്നത്. ഇപ്പം ഞാനൊരു പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കി. ആ പ്രോഗ്രസ് റിപ്പോർട്ടിൽ യഥാർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ അവതരിപ്പിക്കാൻ പറ്റിയുള്ളൂ. കാരണം അല്ലെങ്കിൽ ഒരു 600-700 പേജുകൾ ധരിക്കേണ്ടി വരും. അത്രയേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. 577 പദ്ധതികളാണ് ഈ 5 കൊല്ലം കൊണ്ട് തൃത്താലയിൽ നടപ്പാക്കിയത്. ആകെ 1152.5 കോടി രൂപ എടുത്തത്. അപ്പം ഇത് തൃത്താലയുടെ ചരിത്രത്തിൽ ഒരു കാലത്തുണ്ടാവാത്തതാണ്. അരനൂറ്റാണ്ടായിട്ട് തൃത്താലയിൽ പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങൾ ഇപ്പോഴാണ് യാഥാർത്ഥ്യമായത്. ഞാനാണ് എൻ്റെ ബഹുമാന്യനായ എതിർ സ്ഥാനാർത്ഥിയെ വികസനത്തെക്കുറിച്ചുള്ളൊരു സംവാദത്തിന് ക്ഷണിച്ചത്. അദ്ദേഹം ആ ക്ഷണം സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല. MP രാജേഷിന്റെ വികസനം പൊള്ളത്തരമാണെന്നും മണ്ഡലത്തിൽ താൻ ചെയ്ത അത്രയും കാര്യങ്ങൾ മന്ത്രി ആയിട്ടുകൂടി MP രാജേഷ് ചെയ്തിട്ടില്ലെന്നുമാണ് VT ബൽറാമിന്റെ വാദം. അദ്ദേഹത്തിന്റെ എന്തോ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കിയിട്ടുണ്ട് അത്രേ. അതിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച നടത്തണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ എന്നിട്ട് ആ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറങ്ങിയത് വായിച്ചു നോക്കിയപ്പോൾ അതിൽ പച്ചക്കള്ളങ്ങളാണ് എഴുന്നള്ളിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ പച്ചക്കള്ളങ്ങൾ എഴുന്നള്ളിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ PR ഡോക്യുമെന്റിന്റെ അടിസ്ഥാനത്തിൽ നേരിട്ടൊരു സംവാദത്തിനൊന്നും ഒരു സ്കോപ്പും ഇല്ല. ഞാൻ MLA ആയിരിക്കുമ്പോൾ കൊണ്ടുവന്ന 3 കോഴ്സ് അല്ലാതെ 4മതൊരു കോഴ്സ് ആ കോളേജിൽ കൊണ്ടുവരാൻ സാധിച്ചോ? ഞാൻ കൊണ്ടുവന്ന ഡയാലിസിസ് സെന്ററിൽ പുതിയതായൊരു ഡയാലിസിസ് മെഷീൻ വന്നോ? ഞാൻ കൊണ്ടുവന്നതിൽ കൂടുതൽ ഒരു അഡീഷണൽ +1 ബാച്ച് ഇവിടെ വന്നോ? ഇരുവരുടെയും വാദങ്ങളിൽ ജനം ആർക്കൊപ്പം നിൽക്കുമെന്നതും പ്രധാനമാണ്. ഇക്കുറി BJPയും ശക്തമായ മത്സരവുമായി രംഗത്തുണ്ട്. കഴിഞ്ഞ കുറി BJP പിടിച്ചത് 12,000-ലധികം വോട്ടാണ്. അതിൽ കൂടുതലായി BJP പിടിക്കുന്ന ഓരോ വോട്ടും ആരുടെ വോട്ട് കുറയ്ക്കുമെന്നതും നിർണായകമാകും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 26,000 വോട്ട് കിട്ടിയ മണ്ഡലമാണ് തൃത്താല നിയോജകമണ്ഡലം. എന്ന് പറഞ്ഞാൽ 26,000 ആൾക്കാർ താമരയ്ക്ക് വോട്ട് ചെയ്ത ആൾക്കാർ തൃത്താല നിയോജകമണ്ഡലത്തിലാണ്. അവർ ഇത്തവണ വോട്ട് ചെയ്യും. അതോടൊപ്പം തന്നെ ഞങ്ങൾ ധാരാളം വോട്ടുകൾ ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം ഇത്തവണ കേരളം ഭരിക്കാൻ പോകുന്നു. പ്രധാനമന്ത്രി പാലക്കാട് വന്ന് എനിക്ക് വേണ്ടി വോട്ട് ചോദിച്ചു. 3ാം സ്ഥാനം തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ജയിക്കാമെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചാൽ മതി, തൃത്താലയും പിടിച്ചടക്കാമെന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്, ജനങ്ങൾക്കും ആത്മവിശ്വാസമുണ്ട്. പോര് കണക്കുമ്പോൾ വാശിയേറും. അങ്ങനെ വാശിയേറിയ പോരിൽ തിളച്ചു മറിയുകയാണ് തൃത്താല. ഭാരതപ്പുഴയിലെ ഈ വെള്ളമൊന്നും ഇവിടുത്തെ പോരാട്ട ചൂടിനെ അല്പം പോലും കുറയ്ക്കുന്നില്ല. മൽഗോഴ്സി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.